നമസ്കാരം. ഈ ആഴ്ച ചാനലുകാർ എന്നോട് ചോദിച്ചു CPM-ന്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു അതെന്താ അഭിപ്രായം ഇല്ല എന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം CPM ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിന് വളരെ പ്രസക്തിയില്ലേ സുപ്രീം കോടതിയിൽ? ഞാൻ പറഞ്ഞു CPM എന്ത് നിലപാടെടുത്താലും ശബരിമലയിൽ എന്താ പ്രശ്നം? CPM-ന്റെ നിലപാടിന് എന്താ ഈ നാട്ടിൽ പ്രസക്തിയിരിക്കുന്നത്? CPM എന്ത് നിലപാടും എടുക്കട്ടെ, കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഒരു നിലപാടുണ്ട്. എന്താണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഒരു നിലപാടുണ്ട്? നിങ്ങളുടെ നിലപാടൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ സുപ്രീം കോടതി പോവുകയോ സത്യവാങ്മൂലം നിങ്ങൾക്ക് തോന്നിയതുപോലെ കൊടുക്കുകയോ വീണ്ടും ബിന്ദു അമ്മിണിയെ കേട്ടു എന്ന് പറയുമോ? നിങ്ങൾ എന്തോ നിലപാടെടുക്കുന്നത്? ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് അവിടെ നടക്കൂ. ഇനി ഏത് കോടതി പോയി നിങ്ങൾ എന്ത് വിധി വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നാലും ശരി തന്നെയാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോട്, സഖാക്കളോട്, പിണറായി വിജയനോട് വിളിച്ചു തന്നെ പറയുകയാണ്, ആണായിട്ട് പറഞ്ഞവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ശബരിമലയെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിലപാടെടുത്തോ. ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ നടക്കൂ. BJP പറയും എന്ത് നടക്കണമെന്ന്, അത് മാത്രമേ ഇവിടെ നടക്കൂ. കാരണം സാക്ഷാൽ ശബരിമലയില് കരിമലയ്ക്ക് മുകളില് 18ാം പടിക്ക് മുകളില് സാക്ഷാൽ ശബരിമല ശ്രീധർമ്മ ശാസ്താവ് ഇരിപ്പുണ്ട്. അവിടെ അയ്യപ്പ സ്വാമി ഇരിപ്പുണ്ട്. ആ അയ്യപ്പ സ്വാമിക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമേ ഇവിടെ നടക്കൂ. കാരണം ജീവൻ കൊടുക്കാനും ജീവിതം കൊടുക്കുവാനും വേണ്ടി തയ്യാറായിട്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഞങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കളെ പിടിച്ചിട്ട് 20 ദിവസവും 50 ദിവസവും ഒക്കെ ജയിലിലിടാം. ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ച് ദിവസങ്ങളോളം ജയിലിലിടാം. നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നാലും ശരി തന്നെയാണ്. ഏറ്റവും ഒടുവിൽ സംഭവിക്കുവാൻ പോകുന്നത് ഞങ്ങൾ പറയും നിലപാട്, BJP പറയും നിലപാട്. കോൺഗ്രസുകാരെ പോലെ നല്ല നിലപാട് പറയാൻ പോകുന്നത്. പൗഡർ കുട്ടപ്പന്മാര് ഏതെങ്കിലും സ്റ്റുഡിയോക്ക് അകത്ത് കയറിയിരുന്ന് പൗഡറും ഇട്ടുകൊണ്ട് ഞങ്ങളും ഇതിനൊപ്പം ആണ് കേട്ടോ എന്ന് പറയുന്ന പോലത്തെ നിലപാടൊന്നും അല്ല. നിങ്ങൾ കണ്ട മനീതി സംഘങ്ങളെ ഉൾപ്പെടെയുള്ള സംഘങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നതിന്റെ 10 ഇരട്ടി സ്പീഡിൽ തിരിച്ചു ഓടുക എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊന്നും തന്നെ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സംരക്ഷണ സംഗമം നിങ്ങൾ കരുതുന്നത് എന്താണ്? അയ്യോ നമ്മുടെ ശബരിമലയിൽ നിങ്ങൾ മറിച്ചൊരു നിലപാട് എടുക്കരുതേ എന്ന് അഭ്യർത്ഥിക്കാനാണ്. അങ്ങനെ അഭ്യർത്ഥിക്കാനല്ല. നിങ്ങളോട് ഒരു കാര്യം വളരെ തുറന്നു തന്നെ പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് നിലപാട് എടുക്കണോ നിങ്ങൾ ആ നിലപാടൊക്കെ പോയിട്ട് എടുക്കുക. ഞങ്ങൾ പറയും, ആ പറയുന്നത് മാത്രമേ ഈ നാട്ടിലെടുക്കൂ. MV ഗോവിന്ദനും പിണറായി വിജയനും ബേബി സഖാവിനും ഒക്കെ, ബേബി സഖാവിന്റെ സ്വന്തം നാട് കൂടിയൊക്കെയാണല്ലോ ഇത്, ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയാണ് നിങ്ങൾക്ക് തോന്നുന്ന നിലപാടെടുത്തോ. ഇത് വെല്ലുവിളിയാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ വെല്ലുവിളിയായിട്ട് എടുത്തോ. ഇത് ഭീഷണിയാണെന്ന് കരുതുന്നെങ്കിൽ ഇത് ഭീഷണിയായിട്ട് എടുത്തോ. ഞങ്ങൾ പറയും ശബരിമലയിൽ എന്താണ് നിലപാടെന്ന്. ഞങ്ങൾക്ക് MLA ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഭരണത്തിലൊന്നും പങ്കാളിത്തം ഇല്ല. പക്ഷേ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പറയാണ് ഞങ്ങൾ പറയുന്നത് മാത്രമേ അവിടെ നടക്കൂ. യുവരാജ് ഗോകുൽ BJPയുടെ യുവ നേതാവാണ്. വളരെ പക്വമായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു യുവരാജിനെ എനിക്കറിയാവൂ. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ അറിയാം. അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രോഷത്തോടെ സംസാരിക്കുന്ന ഒരു യുവരാജ് ഗോകുലിനെ കാണുന്നത്. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവമില്ല. ഒരുപാട് ചാനൽ ചർച്ചകൾ കണ്ടിട്ടുണ്ട്, പ്രസംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതേപോലെ ക്ഷോഭിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യുവരാജ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രോഷമല്ല ആ പുറത്തേക്ക് വരുന്നത്. യുവരാജ് എന്ന മനുഷ്യനെന്ന വിശ്വാസിയുടെ രോഷമാണ് ആ പുറത്തേക്ക് അണപ്പൊട്ടി ഒഴുകിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം യുവരാജിനെ പോലെയുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളായിട്ടുള്ളവരുടെ മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ട് ആ ശബരിമല പ്രക്ഷോഭകാലത്ത്. ഇന്നിപ്പോൾ നോക്കൂ, അതിന് കാരണക്കാരായവർ യാതൊരു ഉളുപ്പുമില്ലാതെ സുപ്രീം കോടതിയിൽ അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസികളുടെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് 50 കോടിയുടെ വനിതാ മതിലൊക്കെ കെട്ടിയിട്ട് എന്തൊരു ധാർഷ്ട്യമായിരുന്നു. അവിടെ ബിന്ദു അമ്മിണിയെ പോലെ അല്ലെങ്കിൽ രഹ്ന ഫാത്തിമയെ പോലെ ഉള്ളവരെയൊക്കെ അവർ യാതൊരു വിശ്വാസവും കൂടാതെ യാതൊരു ആചാരവും പാലിക്കാതെ ആ യുവതി പ്രവേശനം എന്ന ആ ഭാവേനെ അവിടെ വലിച്ചു കയറ്റി ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ മനസ്സ് വേദനിപ്പിച്ചു. എന്നിട്ട് അതേ കൂട്ടർ തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്നിപ്പോൾ വിശ്വാസികളുടെ കൂടെയാണ് എന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ഇന്നിപ്പോൾ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ഇനി ഞങ്ങൾക്കൊരു സീറ്റും കിട്ടിയില്ലെങ്കിലും ഈ നിലപാടിൽ നിന്ന് മാറ്റില്ല എന്ന് പറഞ്ഞവർ ഇന്നിപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ നിലപാട് മാറ്റിയിരിക്കുകയാണ്. അതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അവർ സുപ്രീം കോടതിയിൽ എന്ത് തന്നെ നിലപാടെടുത്താലും ഞങ്ങൾക്കത് ഇനി പ്രശ്നമില്ല, ഇനി ശബരിമലയിൽ BJP പറയുന്നതേ നടക്കൂ, അതേ ഇവിടെ നടക്കൂ എന്ന തരത്തിൽ വെല്ലുവിളിച്ച് തന്നെ പറയുന്ന ഒരു യുവരാജിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. അതിൻ്റെ കാരണം ഇതാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന തരത്തിലാണ് ആ പ്രതികരണം നടത്തിയെന്ന്. യുവരാജ് എന്ന വിശ്വാസിക്കും അല്ലെങ്കിൽ അതുപോലുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് അന്നത്തെ ആ സംഭവം ഒരുപാട് ആഴത്തിൽ മുറിവേറ്റിരുന്നു. അതിൻ്റെ എല്ലാം രോഷമാണ്. അതിന് കാരണക്കാരായവർ ഇന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ U-ടേൺ അടിച്ചപ്പോഴുള്ള രോഷം തന്നെയായിരിക്കണം നമ്മൾ ഈ കണ്ടത്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും രോഷത്തോടെ സംസാരിക്കുന്ന ഒരു യുവരാജ് ഗോകുലിനെ.